വാർത്തകൾ തുടർന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകളുടെ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിശ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീയും കേരള വിഷനുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലാതല വിതരണോദ്ഘാടനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. സേവനരംഗത്ത് അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനങ്ങളാണ് കുടുംബശ്രീയും കേരള വിഷനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. രണ്ട് മഹാപ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് സംഗമിച്ചൊരു വേദിയാണ് ഈ വേദി. കേരള വിഷനും കുടുംബശ്രീയും രണ്ടും ആഴത്തിൽ വേരുകളുള്ള പ്രസ്ഥാനമാണ്. രണ്ടും ജനകീയ അടിത്തറയുള്ള പ്രസ്ഥാനമാണ്. രണ്ടും ജനങ്ങളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. രണ്ടും ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ആരാലും നശിപ്പിക്കാനാവാത്ത രീതിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. കാപട്യം നിറഞ്ഞ ലോകത്ത് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും ജനങ്ങൾക്ക് ആദായകരമായ രീതിയിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനും കഴിഞ്ഞ കുടുംബശ്രീയുടെ ഹൃദയം ജനങ്ങളോടുള്ള കൂറും വിധേയത്വവും പ്രതിബദ്ധതയും തെളിയിക്കുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളെ അവഗാഢമായി അപഗ്രഥിച്ച് അവരെ അഭിനന്ദിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയായി കേരള വിഷൻ മാറിയതിൽ കേരള വിഷനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കാഞ്ഞങ്ങാട് MLA AE ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഒരു സംഘടന എന്ന രീതിയിൽ എടുത്തു നോക്കിയാൽ 10-27 വയസ്സായ ഒരു വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ സംവിധാനം. വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവർ ഒന്നിച്ചുചേർന്നുകൊണ്ട് ഒരു വലിയ സംരംഭമായി കേരളത്തിൽ സ്ത്രീ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച് വളർന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന അതിൻ്റെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ കൈവെക്കാത്ത മേഖലകൾ ഇപ്പോഴില്ല. ആ കുടുംബശ്രീ സംവിധാനത്തിൽ ലക്ഷക്കണക്കായ 19 ലക്ഷത്തിലധികം ആളുകൾ അണിനിരക്കുന്ന വലിയ പ്രസ്ഥാനമാണ്. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശ് IAS ആശംസകൾ അറിയിച്ചു. കുടുംബശ്രീക്ക് കേരള വിഷൻ നൽകുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാണെന്ന് H. ദിനേശ് IAS പറഞ്ഞു. കേരള വിഷന് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷന്റെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത് കുടുംബശ്രീ കിട്ടുന്ന ഒരു വലിയ പ്രോത്സാഹനമാണ്. ഇനിയും ഒരുപാട് വളർച്ചയെ
വളർച്ചയിലേക്ക് കുടുംബശ്രീ കടക്കേണ്ടതുണ്ട്. ആ കടക്കാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവാർഡുകൾ, ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് ഗുണം ചെയ്യും. അതിന് മുൻകൈ എടുത്ത കേരള വിഷന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് കേരള വിഷൻ പബ്ലിക്കേഷന്റെ ആദ്യ പ്രസിദ്ധീകരണം ഷംനാഥ് പുതുശ്ശേരിയുടെ സംരക്ഷണ യോഗ്യമല്ലാത്ത കഥകൾ ചലച്ചിത്ര താരം അഡ്വക്കേറ്റ് സി ഷുക്കൂറിന് കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പീലിക്കോട്, കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി രമേശ്, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, യെല്ലോ ക്ലൗഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ AG സുബ്രഹ്മണ്യൻ, ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, കേരള വിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN ചെയർമാൻ പ്രദീപ് കുമാർ K, MD മോഹനൻ TV, കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അണിനിരന്ന വർണ്ണാഭമായ കലാസന്ധ്യയും ഒരുങ്ങി. ശ്രീബാലയുടെ വില്ലിംഗ്ടൺ ഐലൻഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്ന് അവാർഡ് നിശയ്ക്ക് മാറ്റേകി. കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്.